വിശ്വാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. നമസ്കാരം. ഗൾഫ് വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ന് 2025 മെയ് 31 ശനി. പ്രധാന വാർത്തകൾ. പെർമിറ്റ് ഇല്ലാതെ ഹജ്ജ് നിർവഹിക്കുന്നത് ക്രമസമാധാനത്തെ തടസ്സപ്പെടുത്തുന്നതും നിയമാനുസൃതമായി ഹജ്ജിനെത്തുന്നവർക്ക് ദോഷം വരുത്തുന്നതും മറ്റുള്ളവരുടെ അവകാശങ്ങളെ ഹനിക്കുന്നതുമാണെന്ന് മക്ക ഹറം ഇമാം ഷൈഖ് ഡോക്ടർ മാഹിർ അൽ മൊഗ്ലി പറഞ്ഞു. ഹജ്ജ് കർമ്മങ്ങൾ ആരംഭിക്കുന്നതിന് മുമ്പ് അവസാന വെള്ളിയാഴ്ച മക്ക ഹറമിൽ നടത്തിയ ജുമുഅ ഖുതുബയിലാണ് ഇക്കാര്യം പറഞ്ഞത്. എല്ലാവരും ഹജ്ജിന്റെ നിയമങ്ങളും അധ്യാപനങ്ങളും പാലിക്കണം. പെർമിറ്റ് ഇല്ലാതെ ഹജ്ജ് ചെയ്യാൻ വരുന്നവർക്ക് സൂക്ഷ്മമായി തയ്യാറാക്കിയ ഹജ്ജ് ക്രമീകരണങ്ങളെ ലംഘിക്കലാണെന്നും ഹറം ഇമാം പറഞ്ഞു. ഇടവേളയ്ക്ക് ശേഷം വീണ്ടും എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസിൽ താളപ്പിഴ. വ്യാഴാഴ്ച രാത്രി കുവൈത്തിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള സർവീസ് 3 മണിക്കൂർ വൈകി. രാത്രി 9:20 പുറപ്പെടേണ്ട വിമാനം 12 മണി കഴിഞ്ഞാണ് പുറപ്പെട്ടത്. സാങ്കേതിക പ്രശ്നമാണ് പുറപ്പെടുന്നത് വൈകാൻ കാരണമെന്നാണ് യാത്രക്കാർക്ക് ലഭിച്ച വിവരം. അപ്രതീക്ഷിത വിമാനം വൈകൽ യാത്രക്കാരെ ദീർഘനേരം വിമാനത്താവളത്തിൽ കുരുക്കിയിട്ടു. വിമാനം പുറപ്പെടുന്നതിന് 3 മണിക്കൂർ മുമ്പ് വിമാനത്താവളത്തിലെത്തിയവർ വീണ്ടും 3 മണിക്കൂറോളം കാത്തിരിക്കേണ്ടി വന്നു. വെക്കേഷൻ ആരംഭിച്ചതിനാൽ സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള നിരവധി യാത്രക്കാർ വിമാനത്തിലുണ്ടായിരുന്നു. മണിക്കൂറുകൾ നീണ്ട കാത്തിരിപ്പ് ഇവർക്ക് പ്രയാസം തീർത്തു. പുറപ്പെടാൻ വൈകിയതോടെ വിമാനം കൊച്ചിയിൽ എത്തുന്നതും വൈകി. പുലർച്ചെ 4:50 എത്തേണ്ട വിമാനം ഇതോടെ രാവിലെ 7:50 എത്തിയത്. കണ്ണൂർ, കോഴിക്കോട് എന്നിവിടങ്ങളിലേക്കുള്ള നിരവധി യാത്രക്കാർ വിമാനത്തിലുണ്ടായിരുന്നു. വിമാനം കൊച്ചിയിലെത്താൻ വൈകിയത് ഇവർക്ക് നാട്ടിലെത്താനുള്ള സമയം പിന്നെയും വൈകിപ്പിച്ചു. യാത്രക്കാരുടെ തിരക്ക് കണക്കിലെടുത്ത് കണ്ണൂരിലേക്ക് കൂടുതൽ സർവീസുകൾ ആരംഭിക്കണമെന്ന ആവശ്യവും പ്രവാസികൾ ഉന്നയിക്കുന്നുണ്ട്. നിലവിൽ ആഴ്ചയിൽ എയർ ഇന്ത്യ എക്സ്പ്രസ് ഒരു സർവീസ് മാത്രമാണ് കണ്ണൂരിലേക്കുള്ളത്. അതേസമയം വെക്കേഷൻ സീസൺ ആരംഭിച്ചതോടെ നാട്ടിലേക്കുള്ള വിമാന ടിക്കറ്റ് നിരക്ക് കുത്തനെ ഉയർന്നു. കുടുംബവുമായി യാത്ര തിരിക്കുന്നവർക്ക് വലിയ തുക മുടക്കേണ്ടി വരുന്ന അവസ്ഥയിലാണ്. ദുബൈയിൽ മാസ്റ്റർ കാർഡ്, വിസ കാർഡ് ഉടമകൾക്കുള്ള എയർപോർട്ട് ലോഞ്ച് സൗകര്യങ്ങളിൽ ജൂൺ 1 മുതൽ സുപ്രധാന മാറ്റങ്ങൾ വരുന്നു. ലോഞ്ചുകൾ ഉപയോഗിക്കുന്നതിന് എല്ലാ കാർഡ് ഉടമകളും മാസ്റ്റർ കാർഡ് ട്രാവൽ പാസ് അല്ലെങ്കിൽ വിസ എയർപോർട്ട് കമ്പാനിയൻ ആപ്പിൽ രജിസ്റ്റർ ചെയ്യേണ്ടത് നിർബന്ധമാണ്. ഓരോ കാർഡ് ശ്രേണി അനുസരിച്ചും വാർഷിക ലോഞ്ച് സന്ദർശനങ്ങളുടെ എണ്ണം പരിമിതപ്പെടുത്തിയിട്ടുണ്ട്. പ്ലാറ്റിനം കാർഡ് ഉടമകൾക്ക് 4 തവണയും വേൾഡ് കാർഡ് ഉടമകൾക്ക് 8 തവണയും വേൾഡ് എലൈറ്റ് കാർഡ് ഉടമകൾക്ക് 14 തവണയും മാത്രമേ സൗജന്യമായി ലോഞ്ച് ഉപയോഗിക്കാൻ സാധിക്കൂ. കേരളത്തിലെ സ്കൂളുകളിൽ പുതിയ അധ്യയന വർഷത്തിൽ ഹൈസ്കൂൾ ക്ലാസുകൾക്ക് വെള്ളിയാഴ്ചകൾ ഒഴികെയുള്ള പ്രവൃത്തി ദിനങ്ങളിൽ അരമണിക്കൂർ അധ്യയന സമയം വർദ്ധിപ്പിക്കാൻ പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഗുണനിലവാര മേൽനോട്ട സമിതി യോഗത്തിൽ തീരുമാനം. വിദ്യാഭ്യാസ കലണ്ടറിന് രൂപം നൽകാൻ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. ഹൈസ്കൂൾ ക്ലാസുകൾക്ക് വിദ്യാഭ്യാസ അവകാശ നിയമപ്രകാരം നിർദ്ദേശിച്ച വർഷത്തിൽ 1200 മണിക്കൂർ തികയ്ക്കുന്നതിന്റെ ഭാഗമായാണ് പ്രതിദിനം അരമണിക്കൂർ വർദ്ധിപ്പിക്കാനുള്ള തീരുമാനം. പുതിയ അധ്യയന വർഷത്തിൽ ഹൈസ്കൂൾ ക്ലാസുകൾക്ക് 6ാം പ്രവൃത്തി ദിനമല്ലാതെ വരുന്ന 6 ശനിയാഴ്ചകൾ കൂടി ഉൾപ്പെടുത്തി 204 അധ്യയന ദിനങ്ങൾ ഉറപ്പുവരുത്തും. കുവൈത്തിൽ താപനില ഉയർന്നതോടെ രാജ്യത്ത് പുറം ജോലികൾക്ക് നാളെ മുതൽ നിയന്ത്രണം. രാവിലെ 11 മുതൽ വൈകിട്ട് 4 മണി വരെ തുറസായ സ്ഥലങ്ങളിൽ ജോലി ചെയ്യിപ്പിക്കുന്നതിനാണ് വിലക്ക്. ജൂൺ 1 മുതൽ പ്രാബല്യത്തിൽ വരുന്ന നിയമം ഓഗസ്റ്റ് 31 വരെ തുടരും. വേനൽക്കാലത്തെ കനത്ത ചൂടിന്റെ ഗുരുതരമായ ആഘാതത്തിൽ നിന്ന് തൊഴിലാളികളെ സംരക്ഷിക്കൽ ലക്ഷ്യമിട്ടാണ് നിയന്ത്രണം. 2015 രാജ്യത്ത് ഉച്ചവിശ്രമ നിയന്ത്രണം ആദ്യമായി അവതരിപ്പിച്ചത്. വ്യവസ്ഥകൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ നിർമ്മാണ മേഖലയിൽ ഉൾപ്പെടെ ഫീൽഡ് ഇൻസ്പെക്ഷൻ ടീമുകളുടെ നേതൃത്വത്തിൽ കർശന പരിശോധനയും നടത്തും. നിയമം ലംഘിക്കുന്ന സ്ഥാപനങ്ങൾക്കെതിരെ നടപടിയും ഉണ്ടാകും. നിയമലംഘനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ കർശന നടപടികൾ സ്വീകരിക്കും. താപനില ഉയർന്നു തുടങ്ങിയതോടെ ആരോഗ്യ തൊഴിൽ സുരക്ഷാ മാർഗനിർദ്ദേശങ്ങൾ വ്യക്തമാക്കി ബോധവൽക്കരണ ക്യാമ്പയിൻ തുടങ്ങിയിട്ടുണ്ട്.
ഉയർന്ന താപനില കാരണം ദുൽഹജ്ജ് 1 മുതൽ റബീഉൽ അവ്വൽ ആരംഭം വരെ ഹിറ ഗുഹയിലേക്കുള്ള തീർത്ഥാടകരുടെ സന്ദർശനം ദിവസേന 5 മണിക്കൂർ താൽക്കാലികമായി നിർത്തിവെക്കുമെന്ന് മക്ക ഹിറ സാംസ്കാരിക കേന്ദ്രം വ്യക്തമാക്കി. എല്ലാ ദിവസവും രാവിലെ 11 മുതൽ വൈകിട്ട് 4 വരെ ഹിറ പർവ്വതത്തിലേക്കുള്ള റോഡ് താൽക്കാലികമായി അടച്ചിടാൻ ബന്ധപ്പെട്ട അധികാരികൾ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും കേന്ദ്രം അറിയിച്ചു. കുവൈത്തിൽ ലൈസൻസിന് അർഹരായ സാധുവായ രേഖകളുള്ള 18 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും ഡ്രൈവിംഗ് ലൈസൻസ് നേടാമെന്ന് ഇൻഫർമേഷൻ ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ അബ്ദുള്ള അൽ ഫർഹാൻ അറിയിച്ചു. രേഖകളില്ലാത്ത താമസക്കാർക്ക് മന്ത്രിസഭാ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ലൈസൻസുകൾ അനുവദിച്ചതായും അദ്ദേഹം പറഞ്ഞു. ജനറൽ ഡിപ്പാർട്ട്മെന്റ് ട്രാഫിക്കുമായി സഹകരിച്ച് ബിദൂനികൾക്ക് 2530 പുതിയ ഡ്രൈവിംഗ് ലൈസൻസുകൾ നൽകിയതായും 2024 ജനുവരി മുതൽ ഡിസംബർ വരെയുള്ള കാലയളവിൽ 29,256 ലൈസൻസുകൾ പുതുക്കിയതായും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. തലമുറകൾക്ക് മുമ്പ് വിവിധ അറബ് മുസ്ലിം രാജ്യങ്ങളിൽ നിന്ന് തൊഴിൽ തേടിയെത്തിയതിനാൽ തിരിച്ചുപോകാതെ കുവൈത്തിൽ തന്നെ താമസിച്ചവരാണ് ബിദൂനുകൾ. ഡ്രൈവിംഗ് ലൈസൻസുകൾ നൽകുന്നതിലും പുതുക്കുന്നതിലും ആഭ്യന്തര മന്ത്രാലയവുമായി നടത്തുന്ന സഹകരണം പ്രശംസനീയമാണെന്നും അൽ ഫർഹാൻ വ്യക്തമാക്കി. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ കാണാം. നന്ദി, നമസ്കാരം.